കുറച്ചധികം ദിവസമായി ഇവിടെ ഒരാൾക്ക് സ്കൂളിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ചെറിയ മടിയും സങ്കടമൊക്കെ. സാധാരണ ഒന്നും ഇല്ലാത്തതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? പോണ്ടേ? അടുത്ത് വിളിച്ചിരുത്തി കെട്ടിപ്പിടിച്ചൊന്ന് അന്വേഷിച്ചു. ഒരു പ്രശ്നവുമില്ല. ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അറ്റ്മോസ്ഫിയർ എല്ലാം ഡബിൾ ഓക്കെ. പിന്നെന്താണാവോ അടുത്ത സ്റ്റെപ്പ് ഉറക്കം പ്രോപ്പർ ആക്കുക എന്നുള്ളതായിരുന്നു. അതും ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചു. കാരണം ഉറക്കക്കുറവൊന്നും മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയെന്ന് വരില്ലല്ലോ. അങ്ങനെ അതും സെറ്റ്. എന്നാലും എവിടെയോ എന്നാ അവനായിട്ടൊന്നും പറയുന്നുമില്ല. അങ്ങനെ എന്റെ തന്നെ ഗവേഷണത്തില് ഓരോ പോയിന്റ് നിരത്തി പിടിച്ച് ചോദിച്ചപ്പോ ഒരു പോയിന്റിൽ സ്റ്റക്കായി. എന്താപ്പത്? എഴുതാൻ അത്ര അങ്ങോട്ട് ഇഷ്ടല്ല. സാരില്ല, 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞപ്പോ തുറന്നല്ലേ ഉള്ളൂ, അതിന്റെയാന്ന് പറഞ്ഞ് ഞാനങ്ങ് സമാധാനിപ്പിച്ചു. എല്ലാ ദിവസവും കുറേശ്ശെയായിട്ട് എഴുതി എഴുതി നമുക്ക് റെഡി ആക്കാട്ടോ എന്ന് പറഞ്ഞപ്പോ ആളും ഓക്കെ ആയി. കുഞ്ഞു മക്കളായാലും വലിയ മക്കളായാലും അവർ ഈ പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും മടി കാണിക്കുമ്പോ അതിനെ വെറും ഒരു മടിയായിട്ട് തള്ളിക്കളയാനൊന്നും പറ്റില്ല അല്ലേ? കാരണം നമ്മൾ അറിയാതെ അവരുടെ ഉള്ളിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവും. ചിലപ്പോ അതൊന്ന് മനസ്സിലാക്കി ഒരു അറ്റൻഷനൊക്കെ കൊടുത്ത് കൂടെ നിന്ന് അങ്ങ് ശരിയായിക്കോളും. അതിന് നമുക്ക് സമയം കിട്ടാതെ വരികയോ നമ്മളത് ശ്രദ്ധിക്കാതെ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു കാരണം മനസ്സിലായിന്ന് വരില്ല. ഓരോ കുട്ടിയും വ്യത്യസ്തരല്ലേ? ഗ്രൂപ്പായിട്ടല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്കൊരു അറ്റൻഷൻ കിട്ടിയാ ഒന്ന് ചേർത്ത് നിർത്തിയാ നമ്മുടെ മക്കൾ നല്ല മിടുക്കന്മാരാവൂലേ? കുറെ കുട്ടികൾ ഒരുമിച്ചൊരു ക്ലാസ്സിലിരിക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ എണീറ്റ് നിന്ന് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനൊക്കെ പലർക്കും മടി കാണും. അതിപ്പോ സ്കൂളിലായാലും ഒരു ട്യൂഷൻ ക്ലാസ്സിന് വിട്ടാലും ഒക്കെ അങ്ങനെ ആവാം. എന്താ കുട്ടിക്ക് പറ്റിയത്, ഏത് സബ്ജക്റ്റ് ആണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കാനും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് അല്ലെങ്കിൽ ഒരു പോർഷൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കാനും ഒക്കെ ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കില്ലേ? ഹെക്സ് റൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതും അത് തന്നെയാണ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള CBSE ആയാലും സ്റ്റേറ്റ് സിലബസ് ആയാലും കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ഒരു കുട്ടിക്ക് ഒരു മെന്റർ എന്ന തരത്തിൽ ട്യൂഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഹെക്സ് റൂട്ട്സ്. ഫ്രീ ആയിട്ട് 60 മിനിറ്റ്സ് ഡെമോ ക്ലാസും അവൈലബിൾ ആണ്. ഇവിടെ എഴുത്ത് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കൾക്കും ഇങ്ങനൊരു മാറ്റം ആവശ്യമാണോ? ഡെമോ ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ തീരുമാനിക്കാം മാറ്റം വേണോ വേണ്ടയോന്ന്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുട്ടിയും വ്യത്യസ്തരല്ലേ? ഓരോരുത്തർക്കും ആവശ്യമായ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്കവരെ സ്ട്രോങ് ആക്കാം.